ഞങ്ങൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ മുറ്റത്ത് പരപ്പനങ്ങാടിയിലെ വീടുകളാണിത്. കഴിഞ്ഞ 45 വർഷം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരിച്ച പരപ്പനങ്ങാടിയിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ കൂരകളാണ് നമ്മൾ കാണുന്നത്. കേരളമാകെ പിണറായി സർക്കാർ വീടില്ലാത്തവന് സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ പരപ്പനങ്ങാടിയിൽ മാത്രം ഇത്തരം വീടുകൾ നിലനിൽക്കുന്നു. ഇത് മാത്രമോ? പരപ്പനങ്ങാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് സ്വന്തമായി ഒരു ഇഞ്ച് ഭൂമിയും സ്വന്തം വീടുകളുമില്ലാതെ വാടക ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നത്. ഇവരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പരപ്പനങ്ങാടിയിൽ മാത്രം നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയോ? ഏക്കർ കണക്കിന് സർക്കാർ പുറമ്പോക്ക് ഭൂമി പരപ്പനങ്ങാടിയിൽ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വെച്ചുകൊണ്ട് ഭൂമിയില്ലാത്തവർക്കായുള്ള ഫ്ലാറ്റ് പദ്ധതി നഗരസഭാ ഭരണാധികാരികൾ അട്ടിമറിച്ചത്. എന്നാൽ നമ്മൾ പരപ്പനങ്ങാടിക്കാർ ഇതുകൂടി ഒന്ന് കാണണം. LDF ഭരിക്കുന്ന പെരിന്തൽമണ്ണയിൽ പിണറായി സർക്കാരിൻ്റെ സഹായത്തോടെ സ്വന്തമായി ഒരു പിടി മണ്ണില്ലാതിരുന്ന 400 കുടുംബങ്ങൾക്ക് അവിടുത്തെ നഗരസഭ ഒരുക്കിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കും വേണ്ടേ ഇത്തരത്തിൽ എല്ലാവരും സുരക്ഷിതത്തോടെ കിടന്നുറങ്ങുന്ന ഒരു നാട്? മാറി ചിന്തിക്കാം. മാറ്റാം കഴിവുകെട്ട കാഴ്ചപ്പാടുകളില്ലാത്തവരെ. വികസനത്തിനായി ഒരു വോട്ട്, സാമൂഹ്യ മൈത്രിക്ക് ഒരു വോട്ട്. പരപ്പനങ്ങാടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക.